നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സോയിലിൻ്റെ 3 ഫേസ് സിസ്റ്റമാണ്. അപ്പോൾ 3 ഫേസ് സിസ്റ്റം നോക്കാൻ വേണ്ടി ഞാനൊരു ബോക്സ് കൺസിഡർ ചെയ്തത്. ഈ ബോക്സിലേക്ക് ഞാൻ കുറച്ച് സോയിൽ കൊണ്ടുപോയിടാണ്. ഇപ്പോൾ ഈ ഇവിടെ ഒരു ബ്ലൂ കളർ ബോക്സ് വരച്ചിട്ടുണ്ട്. ഈ ബോക്സിൽ കംപ്ലീറ്റ് ഞാൻ എന്താണ് കുറച്ച് സോയിൽസ് കൊണ്ടുപോയിട്ട്, അപ്പോൾ ഈ സോയിൽസ് കൊണ്ടുപോയിടുമ്പോൾ ഈ ഒരു ഗ്രീൻ കളറിലെ ബോക്സിൽ ഞാൻ സോയിൽസ് കൊണ്ടുപോയിട്ടാലും ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് സോയിൽ പാർട്ടിക്കിൾ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അതിന് നിറയെ ഞാൻ സോയിൽ ഫില്ല് ചെയ്ത് എനിക്ക് കാണുന്നത് സോയിലായിരിക്കും. പക്ഷേ ഞാൻ അത് വളരെയധികം ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ എനിക്ക് എന്തൊക്കെ അതിൽ കാണാൻ പറ്റും. ആ ഒരു റെഡ് കളറുള്ള സോയിൽ പാർട്ടിക്കിൾ എനിക്ക് കാണാൻ പറ്റും. കുറേ സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതൊക്കെ സോളിഡായിട്ടുള്ള പാർട്ടിക്കിൾസാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിലുള്ള സോളിഡ്സ് വരുന്നത്. ഞാൻ സൂം ചെയ്ത് നോക്കുമ്പോൾ കാണുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആ ഓരോ സോളിഡ്സിൻ്റെ ഇടയിൽ എനിക്ക് എന്ത് കാണാം, കുറച്ച് ഗ്യാപ്പ് കാണാം. ആ ഗ്യാപ്പിനുള്ളിൽ ചിലപ്പോൾ എന്തും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, വാട്ടർ കണ്ടൻറ്റുകൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു സോളിഡ്സ്, അതുപോലെ തന്നെ ആ സോളിഡ്സിന് ചുറ്റും എന്തൊക്കെ ഉണ്ടാവും, വാട്ടർ ഉണ്ടാവാം, അതുപോലെ തന്നെ എയർ ഉണ്ടാവാം. ഇതാണ് ജനറലി നമ്മുടെ ഒരു സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സോയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ സോളിഡ്സ് കാണാം, വാട്ടർ കാണാം, എയർ കാണാം. നമ്മൾ സാധാരണ ഒരു സോയിൽ എടുത്താൽ നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലാണ് എടുക്കുക. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ് അതിൽ വാട്ടർ ഫില്ലായിട്ടുള്ള ഒരു സോയിൽ, അങ്ങനത്തെ ഒരു സോയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് 3 ഫേസ് സിസ്റ്റത്തിൽ നിന്ന് മാറി നമ്മൾ 2 ഫേസ് സിസ്റ്റത്തിലേക്കായി മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് ആണ്. അതായത് അവിടെയുള്ള ഒഴിഞ്ഞ ഗ്യാപ്പിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പ്രകാരം അവിടെ സോളിഡ്സ് ഉണ്ട്, ബാക്കി അവിടെ ഗ്യാപ്പിൽ ആരൊക്കെ ഉണ്ട്, വാട്ടറുണ്ട്, എയറുണ്ട്. സാച്ചുറേറ്റഡ് ആകുമ്പോൾ കംപ്ലീറ്റ് ആ ഗ്യാപ്പിലൊക്കെ ആര് ഫില്ല് ചെയ്ത് മാറും, ആ ഗ്യാപ്പിലൊക്കെ വാട്ടർ വന്ന് നിറയും. അതുകൊണ്ട് തന്നെ അതിന് പിന്നെ 2 ഫേസ് സിസ്റ്റം ആയിരിക്കും. 2 ഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ആരൊക്കെയാണത്, സോളിഡ്സും വാട്ടറും മാത്രമേ ഉള്ളൂ. അതാണ് സാച്ചുറേറ്റഡ് സോയിലിൻ്റെ കേസിൽ. ഇൻ കേസ് ഒരു ഡ്രൈ സോയിൽ, വളരെ വരണ്ട പ്രദേശത്ത് നിന്ന് നമ്മൾ കളക്ട് ചെയ്തൊരു സോയിലാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സോയിൽ എടുത്ത് അതിന് ഒരുപാട് അങ്ങനെ ഹീറ്റാക്കി, അങ്ങനെയാണെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ എന്തുണ്ടാവും, അതിനുള്ള വെള്ളമൊക്കെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനത്തെ കേസിലാണെങ്കിൽ പിന്നെ അവിടെ വാട്ടർ ഉണ്ടാവില്ല. പിന്നെ അവിടെ ഉണ്ടാകുന്ന ആര് മാത്രമായിരിക്കും, സോളിഡ്സും. അതുപോലെ തന്നെ സോളിഡ്സിന് ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പിൽ ആരും കയറിയിട്ടുണ്ടാവും, എയറും കയറിയിട്ടുണ്ടാവും. അതും എന്തിനൊരു എക്സാമ്പിളാണ്, 2 ഫേസിന് എക്സാമ്പിളാണ്. അപ്പോൾ ജനറലി 3 ഫേസ് തന്നെയാണ് സോയിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതിൽ സ്പെഷ്യൽ കണ്ടീഷൻസ് ആണ് എന്ത്, ഡ്രൈ സോയിലും അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് സോയിലും. ആ 2 കേസിലും പിന്നെ അവിടെ 2 ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. സോളിഡ്സ് നിർബന്ധമായിട്ടുണ്ടാവും. ഒന്നെങ്കിൽ സോളിഡ്സും വാട്ടർ ഉണ്ടാവും സാച്ചുറേറ്റഡ് സോയിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ സോളിഡ്സും എയറും ഉണ്ടാവും ഇൻ കേസ് ഓഫ് ഡ്രൈ സോയിൽ. അപ്പോൾ അതാണ് നമ്മൾ ജനറലി ഒരു 3 ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ 3 ഫേസ് സിസ്റ്റത്തിൽ ഇങ്ങനെ സോളിഡ്സും എയറും വാട്ടറൊക്കെ ഇങ്ങനെ സ്പ്രെഡായി കിടക്കണം. അപ്പോൾ നമുക്കൊരു അനാലിസിസിന് എളുപ്പത്തിന് വേണ്ടി ഞാൻ അതിനൊരു ഡയഗ്രാം പോലെ റെപ്രസെൻ്റ് ചെയ്യും. 3 ഫേസസ് ആക്കി സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുമ്പോൾ ഏറ്റവും ബോട്ടത്തിൽ ഞാൻ വരച്ചതാണ് സോളിഡ്. കുറേ സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും, അങ്ങനെ കംപ്ലീറ്റ് സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതിന് മുകളിൽ ആരുണ്ടാവും, അതിന് മുകളിൽ ഞാൻ കുറച്ച് വാട്ടറിന് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആ മൊത്ത സിസ്റ്റത്തിലുള്ള വാട്ടറിനെല്ലാം കൂടി ഞാനൊരു ലെയറാക്കി മാറ്റുകയാണ്. മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന വാട്ടറിനെ ഞാനൊരു ലെയറാക്കി മാറ്റുകയാണ്. അതാണ് അടുത്ത ലെയർ. അതിൻ്റെ മുകളിലൊരു ലെയർ ഉണ്ട്, അതാണ് എയർ ആണ്. അതിന് ഞാൻ ഓരോ ലെയറായിട്ട് കാണിച്ചതാണ്. അപ്പോൾ ഈ സോളിഡ്സിൻ്റെ മൊത്തം വോളിയത്തിന് ഞാൻ വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറയും, VS ഞാൻ റെപ്രസെൻ്റ് ചെയ്തത് എന്താണ്, വോളിയം ഓഫ് സോളിഡ്സ് ആണ്. അത് വോളിയം ഓഫ് സോയിൽ എന്ന് കൺഫ്യൂഷൻ ആവുന്നത്, ഇത് വോളിയം ഓഫ് സോളിഡ്സ്. അത് കഴിഞ്ഞിട്ട് വാട്ടറിൻ്റെ വോളിയത്തിന് ഞാൻ വോളിയം ഓഫ് വാട്ടർ എന്ന് എഴുതി, എയറിൻ്റെ വോളിയത്തിന് ഞാൻ വോളിയം ഓഫ് എയർ എന്ന് എഴുതി. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി, ഈ 3 കാര്യങ്ങളുടെയും കൂടി വോളിയമാണ് എന്ത്, വോളിയം ഓഫ് സോയിൽ. നമ്മൾ കളക്ട് ചെയ്ത സോയിലിൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ്സിൻ്റെ വോളിയം, വാട്ടറിൻ്റെ വോളിയം, അതുപോലെ എയറിൻ്റെ വോളിയം എല്ലാം കൂടി ചേർന്നതാണ് ആര്, ക്യാപിറ്റൽ V എന്ന് പറയുന്നത്. അതായത് വോളിയം ഓഫ് സോളിഡ്, വോളിയം ഓഫ് വാട്ടർ, വോളിയം ഓഫ് എയർ എല്ലാം കൂടി ചേർന്നാണ് വോളിയം ഓഫ് സോയിൽ. അപ്പോൾ ഈ സോളിഡ്സ് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ആരായിരിക്കും, അപ്പോൾ മൊത്തം ഒരു സോയിൽ എടുത്താൽ അതിൻ്റെ ഒരു ഭാഗത്ത് സോളിഡ്സ് ആയി, ബാക്കിയുള്ള ഭാഗം മൊത്തം ആരാണ്, വോയിഡ്സ് ആണ്. അപ്പോൾ സോളിഡ്സും ഉണ്ട്, വോയിഡ്സും ഉണ്ട്. അപ്പോൾ സോളിഡ്സ് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്നവരാണ് വോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ വരും, എയറും വരും, അതുപോലെ തന്നെ വാട്ടറും വരും. അപ്പോൾ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആണ് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്മുടെ വോളിയം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, വോളിയം ഓഫ് സോളിഡ്സിൻ്റെ വോളിയം, അതുപോലെ തന്നെ വോളിയം ഓഫ് വോയിഡും കൂടി ചേർന്നാണ് ആരെന്ന് പറയുന്നത്, വോളിയം ഓഫ് സോയിൽ എന്ന് പറയുന്നത്. ഈ വോളിയം ഓഫ് വോയിഡിനെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് വോയിഡ്സിൻ്റെ ടേംസിൽ നമുക്കിതിനെ പറയാം. അതുപോലെ എനിക്ക് വെയിറ്റ് വെച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ ഈ സോയിലിന് വെയിറ്റ് ഉണ്ട്. ഈ സോയിലിൻ്റെ വെയിറ്റിനെയാണ് ഞാൻ W എന്ന് എഴുതിയത്. ടോട്ടൽ സോയിലിൻ്റെ വെയിറ്റിനെയാണ് ഞാൻ W എന്ന് കാണിച്ചത്. അതിൽ ആ ടോട്ടൽ വോളിയത്തിൽ ഈ ഒരു സോളിഡിൻ്റെ മാത്രം വെയിറ്റ്, സോളിഡ് ആയിട്ടുള്ള ആ പാർട്ടിക്കിളിൻ്റെ മാത്രം വെയിറ്റാണ് WS.
അത് കഴിഞ്ഞ് വരുന്ന വാട്ടറിൻ്റെ മാത്രം വെയിറ്റാണ് ഡബ്ല്യു എന്ന് എഴുതിയത്. അത് കഴിഞ്ഞിട്ട് എയറിൻ്റെ വെയിറ്റാണ് ഡബ്ല്യു എ. എയറിൻ്റെ വെയിറ്റ് എന്താണ്? സാധാരണ രീതിയിൽ എയറിൻ്റെ വെയിറ്റ് ഇല്ലാന്നാണ് നമ്മൾ കൺസിഡർ. അപ്പോൾ എയറിൻ്റെ വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഈ വെയിറ്റ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. അതെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോളിഡ് പ്ലസ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. വെയിറ്റ് ഓഫ് എയർ അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഫേസ് സിസ്റ്റത്തിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് മനസ്സിലായി. അതിൻ്റെ വോളിയം എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, അതുപോലെ അതിൻ്റെ വെയിറ്റ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വോളിയം അല്ലെങ്കിൽ വെയിറ്റിൻ്റെ ബേസിൽ നമുക്ക് കുറേ ടേംസും ഡെഫിനിഷൻസും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ വോളിയത്തിൻ്റെ ബേസിൽ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ഒരു ടേമാണ് വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്. വോയിഡ് റേഷ്യോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇ എന്നാണ്. അപ്പോൾ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ 3 ഫേസ് സിസ്റ്റം. ഈ 3 ഫേസ് സിസ്റ്റത്തിൽ താഴെ ആരുണ്ട്? വോളിയം ഓഫ് സോളിഡ്സ് ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വോളിയം ഓഫ് വാട്ടറും ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വോളിയം ഓഫ് എയറും ഉണ്ട്. ഈ ഒരു ഭാഗത്തിന് സോളിഡ്സ് കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്തിനാണ് വോളിയം ഓഫ് വോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം ഓഫ് വോയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്, ഈ താഴെ കിടക്കുന്ന സോളിഡ്, വോളിയം ഓഫ് സോളിഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇ എന്ന് പറയുന്നത്, വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ വോളിയം ഓഫ് വോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ്. വോളിയം ഓഫ് വോയിഡ് 0 ആയാൽ ഈ ന്യൂമറേറ്റർ 0 ആയാൽ, ന്യൂമറേറ്റർ 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എയറും ഇല്ല വാട്ടറും ഇല്ല. എയറും വാട്ടറും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായി. അപ്പം എയറും വാട്ടറും കംപ്ലീറ്റ് ആയിട്ട് ഒരു സോയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഒരു സോയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ളിലുള്ള സോയിലിനെയും വാട്ടറിനെയൊക്കെ നമ്മൾ പുറത്ത് കളയാൻ കുറേ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കോമ്പാക്ഷൻ, കൺസോളിഡേഷൻ, അതിനെയൊക്കെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ആ മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ആ സോയിലിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എയറിനെയും വാട്ടറിനെയും ഒക്കെ പുറത്താക്കിയിട്ട് അതിന് മാക്സിമം ഡെൻസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എത്ര നമ്മൾ ചെയ്താലും, ഏത് ടെക്നിക്ക് യൂസ് ചെയ്താലും അതിലുള്ള കംപ്ലീറ്റ് ആയിട്ട് അതിലുള്ള എയറിനെയും വാട്ടറിനെയും നമുക്ക് പുറത്താക്കാൻ പറ്റില്ല. അതുകൊണ്ട് V=0 എന്ന് പറയുന്നൊരു കേസ് നമുക്ക് പോസിബിൾ അല്ല. അതിന് കുറച്ച് ലിമിറ്റ് വരെയാക്കാം, പക്ഷെ അതൊരിക്കലും 0 ആവില്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഈ എന്ത് തന്നെയായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 0 ഇനി ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. ഇനി അതിൻ്റെ 1 എന്ന് വെച്ചിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡാണ്. ഇനി ചില കേസിൽ നമ്മൾ ഈ വോളിയം ഓഫ് വോയിഡ് എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ് സോളിഡിനെക്കാളും എന്താവാൻ ചാൻസ് ഉണ്ട്? കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഫിഗർ തന്നെ നോക്കുക. ഈ ഒരു ഫിഗറിൽ ഇത്ര ഭാഗമേ സോളിഡ് ഉള്ളൂ. അതിനെക്കാട്ടും കൂടുതൽ വോളിയത്തിൽ ആരാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? വാട്ടറും എയറുമാണ്. അതുകൊണ്ട് വോളിയം ഓഫ് വോയിഡ് ആണ് ഈ കേസിൽ കൂടുതൽ. അപ്പോൾ വോളിയം ഓഫ് വോയിഡ് വോളിയം ഓഫ് സോളിഡിനെക്കാളും കൂടിക്കഴിഞ്ഞാൽ ആ വാല്യൂ 1നെക്കാളും കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വോയിഡ് റേഷ്യോൻ്റെ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ റേഞ്ച് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. ഇറ്റ് ക്യാൻ ബി എനി വാല്യൂ ഗ്രേറ്റർ ദാൻ 0. 1 അല്ല, ഇറ്റ് ക്യാൻ ബി എനി വാല്യൂ ഗ്രേറ്റർ ദാൻ 0. 0നെക്കാളും കൂടുതലായിട്ടുള്ള ഏത് വാല്യൂ ആവാം. ഇറ്റ് ക്യാൻ ബി ഈവൻ ഗ്രേറ്റർ ദാൻ 1. 1നെക്കാളും കൂടുതലാവാനും ചാൻസ് ഉണ്ട്. നമ്മളെ സോയിലിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. വോയിഡ് ആണ് കൂടുതലെങ്കിൽ, ഈ ന്യൂമറേറ്റർ ആണ് കൂടുതലെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 1 ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ടേമാണ് പോറോസിറ്റി. അപ്പോൾ നമ്മളിപ്പം പഠിച്ച വോയിഡ് റേഷ്യോ ആയിട്ട് കൺഫ്യൂഷൻ ആവുന്ന ഒരു ടേമാണ് ഈ പോറോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പോറോസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ. നേരത്തെ കേസിൽ വോളിയം ഓഫ് വോയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ നമ്മൾ കൺസിഡർ ചെയ്തത്? ടോട്ടൽ വോളിയാണ്. അപ്പോൾ നമുക്ക് N=VV/V എന്ന് എഴുതാം. അപ്പോൾ V എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് വോളിയം ഓഫ് വോയിഡും സോളിഡുള്ള കംപ്ലീറ്റ് വോളിയം ഓഫ് സോയിലാണ് V എന്ന് പറയുന്നത്. അതാണ് N എന്ന് പറയുന്നത്. ഇനി Nൻ്റെ റേഞ്ച് എങ്ങനെയായിരിക്കും? റേഞ്ച് ഓഫ് N എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ന്യൂമറേറ്റർ 0, ഒരിക്കലും ഈ ന്യൂമറേറ്റർ കംപ്ലീറ്റ്ലി നമുക്ക് 0 ആക്കാൻ പറ്റില്ല. അപ്പോൾ Nൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി മാക്സിമം അതിനൊരു ലിമിറ്റ് ഉണ്ടോ നോക്കാം. മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ വോളിയം ഓഫ് വോയിഡ് കൂടി വന്ന് മാക്സിമം എത്ര വരെ ആവാം? വോയിഡ്സ് കൂടി വന്ന് മാക്സിമം പോയാൽ ഈ സോയിലിൻ്റെ കംപ്ലീറ്റ് വോളിയത്തിൽ ആരാണ് ഈ വാട്ടറും അതുപോലെ തന്നെ എയറുമാണെന്ന് പറയാം. അപ്പോൾ അതെന്താ? മാക്സിമം VV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V വരെ അപ്രോച്ച് ആവും. Vക്ക് ഈക്വൽ ആവില്ല, കാരണം അവിടെ എന്താ കുറച്ച് ഭാഗമെങ്കിലും സോളിഡ് വേണമല്ലോ. അപ്പം നമുക്ക് മാക്സിമം വന്ന് 1ൻ്റെ അടുത്ത് വരെ ആവാം. ഒരിക്കലും 1നെക്കാളും കൂടുതലാവില്ല. എന്തായാലും ഈ വോളിയം ഓഫ് വോയിഡ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ വോളിയത്തിനേക്കാളും കൂടുതലാവുമോ? നമ്മൾ എടുക്കുന്ന ബോക്സിനേക്കാളും കൂടുതലായി മാറുമോ അവിടെയുള്ള വോയിഡിൻ്റെ, വാട്ടറിൻ്റെയും എയറിൻ്റെയും വോളിയം? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? 1.
അപ്പോൾ ഈ എന്നിൻ്റെ ടേം, ഈ പോറോസിറ്റി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് റേഞ്ച് എന്ന് പറയുന്നത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കും നമ്മുടെ പോറോസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് 0-നേക്കാളും കൂടുതലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n-നേക്കാളും കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഈ നെക്സ്റ്റ് ഈ വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും നമ്മൾ റിലേഷൻ നോക്കാം. അപ്പോൾ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം പറഞ്ഞത് വോളിയം ഓഫ് വോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ്. പോറോസിറ്റി എന്ന് പറഞ്ഞാലോ n is equal to VV ബൈ ടോട്ടൽ വോളിയം. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. അപ്പോൾ നമ്മൾ n is equal to VV ബൈ V എന്ന് എഴുതി അല്ലേ, വോളിയം ഓഫ് വോയിഡ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം. അപ്പോൾ 1/n എന്ന് എനിക്ക് എങ്ങനെ എഴുതാം? 1/n is equal to V ബൈ 1/n is equal to എന്ത് എഴുതാം? V ബൈ VV എന്ന് എഴുതാം, V ബൈ VV എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ V എന്ന് പറഞ്ഞാൽ എന്താണ്? V എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് സോയിലാണ് ഈ V. ഇപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് പ്ലസ് വോയിഡ്, സോളിഡും വോയിഡും കൂടി ചേർന്നാലാണ് ടോട്ടൽ വോളിയം ആവുക. അപ്പോൾ V എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം? VS പ്ലസ് VV എന്ന് എഴുതാം, VS പ്ലസ് VV ഡിവൈഡ് ബൈ VV. ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയതാണ്. V's എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ, വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ. ഈ എയറിൻ്റെയും വാട്ടറിൻ്റെയും കൂടി വോളിയത്തിൻ്റെയാണ് നമ്മൾ VV എന്ന് പറയുന്നത്. അപ്പോൾ Vനെ നമുക്ക് VS പ്ലസ് VV എന്ന് എഴുതാം. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള VS പ്ലസ് VV. ഇനി നമുക്കിതിനെ ഡിനോമിനേറ്ററിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 1/n is equal to VS ബൈ VV പ്ലസ് VV ബൈ VV എന്ന് കിട്ടും. അപ്പോൾ VS ബൈ VV എന്താണ്? നമുക്കറിയാം E is equal to VV ബൈ VS ആണെന്നറിയാം. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് വോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ്. അപ്പോൾ അതിൻ്റെ നേരെ റെസിപ്രോക്കലാണ് ഇവിടെ കിടക്കുന്ന ഈ ഒരു ടേം. അപ്പോൾ VS ബൈ VV എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? 1/E എന്ന് എഴുതാം. VY ബൈ VV എന്ന് പറഞ്ഞാൽ അത് 1 ആയി മാറും. അപ്പോൾ 1/n is equal to 1/E പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ 1/n is equal to 1 പ്ലസ് E ബൈ E എന്ന് എഴുതാം. n is equal to E ബൈ 1 പ്ലസ് E എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇൻ കേസ് വോയിഡ് റേഷ്യോ ആണ് നമുക്ക് തന്നതെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടെത്താം? ഈ ഒരു റിലേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താം? പോറോസിറ്റി കണ്ടെത്താം. കാരണം നമ്മൾ ഇനി കുറേ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ പല ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് n മീ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ കേസ് n ആണ് തന്നെങ്കിൽ n ആണ് ആവശ്യമെങ്കിൽ അതിന് പകരം നമുക്ക് E ആയിരിക്കും തരിക. അപ്പോൾ ഇയിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തണം? n കണ്ടെത്തണം. ചില സമയത്ത് നമുക്ക് n ആയിരിക്കും തരിക. n ആണെങ്കിൽ n ൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തണം? E കണ്ടെത്തണം. ഇനി n ൽ നിന്ന് എങ്ങനെയാണ് E കണ്ടെത്താൻ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഡെറിവേഷനിൽ എഴുതി 1/n is equal to 1/E പ്ലസ് 1 എഴുതി അല്ലേ. 1/n is equal to 1/E പ്ലസ് 1. രണ്ട് ഭാഗത്തുനിന്ന് ഞാൻ 1 മൈനസ് ചെയ്യാണ്. അതായത് 1/n മൈനസ് 1 ഈക്വൽ ടു 1/E പ്ലസ് 1 മൈനസ് 1. ഇവിടുന്ന് 1 മൈനസ് ആയാൽ 1 മൈനസ് n/n എന്ന് കിട്ടി. സീക്വൽ ടു ഇവിടുന്ന് 1ഉം 1ഉം ക്യാൻസൽ ആയിട്ട് 1/E എന്ന് എഴുതി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ? E സീക്വൽ ഇവിടെ 1/E സീക്വൽ ടു 1 മൈനസ് n/n എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ E സീക്വൽ ടു n/1 മൈനസ് n എഴുതാം. അപ്പോൾ n ആണ് തന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? n/1 മൈനസ് n ചെയ്താൽ എനിക്ക് ആരെ കിട്ടും? E-നെ കിട്ടും. അപ്പോൾ n ആണ് തന്നതെങ്കിലോ E/1 പ്ലസ് E ചെയ്താൽ എനിക്ക് ആരെ കിട്ടും? n-നെയും കിട്ടും. അപ്പോൾ ഈ ഒരു രണ്ട് റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ നമുക്ക് ഇയും എന്നും ഉണ്ട്. എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ, n എന്ന് പറഞ്ഞാൽ പോറോസിറ്റി. ഇതിൽ ഏത് വാല്യൂ ആണ് വലുത്? E ആണോ n ആണോ വലിയ വാല്യൂ വരിക? അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഇക്വേഷൻ എന്താ? E എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ്. n എന്ന് പറഞ്ഞാൽ പോറോസിറ്റി. അതിൻ്റെ ഇക്വേഷൻ എന്താ? വോളിയം ഓഫ് വോയിഡ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ, ക്യാപിറ്റൽ V. അപ്പോൾ ഇതിൽ രണ്ടിനും ന്യൂമറേറ്റർ സെയിം ആണ്, വോളിയം ഓഫ് വോയിഡ് ആണ്. ഡിനോമിനേറ്റർ എന്താണ്? ഡിനോമിനേറ്ററിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഡിനോമിനേറ്റർ ഏതാണ്? ഒന്നിൻ്റെ ഈൻ്റെ കേസിൽ വോളിയം ഓഫ് സോളിഡാണ് ഡിനോമിനേറ്റർ, എൻ്റെ കേസിൽ ടോട്ടൽ വോളിയം ഓഫ് സോയിലാണ് ഡിനോമിനേറ്റർ. അപ്പോൾ ഡിനോമിനേറ്റർ കൂടുന്നതിനനുസരിച്ച് വാല്യൂ എന്താണ്? കുറയും. അപ്പോൾ ഇതിൽ ഏത് ഡിനോമിനേറ്ററാണ് വലുത്? VS ആണോ V ആണോ വലുത്? VS എന്ന് പറഞ്ഞാൽ സോളിഡിൻ്റെ മാത്രം വോളിയാണ്, V എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതാണ്? V ആണ് വലുത്. അപ്പോൾ V വലുതായതുകൊണ്ട് തന്നെ n വാല്യൂ എന്തായിരിക്കും? ചെറുതായിരിക്കും. അപ്പോൾ ഒരു സോയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ n വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാലും എന്തിനേക്കാളും ചെറുതായിരിക്കും? E-നേക്കാളും ചെറുതായിരിക്കും. അത് നമുക്ക് ഇക്വേഷനും അതായത് അതിൻ്റെ ഡെഫിനിഷൻ അറിയെങ്കിൽ നമുക്കറിയാം n ആണോ E ആണോ വലുത്. അപ്പോൾ നമുക്ക് n ആണോ E ആണോ വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. E സീക്വൽ ടു n/1 മൈനസ് n is equal to E/1 പ്ലസ് E. എല്ലാം സെയിം ആണ്. n 1 എല്ലാം ഉണ്ട്, എല്ലാം ഒരുപോലെ തന്നെയാണ്. E ആണെങ്കിൽ n വെച്ചിട്ട് n/1 n ആണെങ്കിൽ E 1 E. ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം n-നേക്കാളും വലുതായിരിക്കും എന്ത് തന്നെയായാലും ആര്? E. n-നേക്കാളും വലിയ വാല്യൂ ആണ് E കിട്ടുന്നത്. അപ്പോൾ എന്തായാലും എന്തായിരിക്കും? 1 മൈനസ് n ആണ് ഇവിടെ. താഴെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? മൈനസ്. എന്നാലേ താഴത്തെ വാല്യൂ ചെറുതായാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? വലിയ വാല്യൂ കിട്ടുള്ളൂ.
അപ്പോൾ 1 മൈനസ് വരും. ഇനി ഇവിടെ എൻ നോക്കുക, എന്നും ഇയും ആണെങ്കിൽ നമുക്കറിയാം എന്നാണ് ചെറിയ വാല്യൂ കിട്ടേണ്ടത്. അപ്പോൾ ഇ ബൈ 1+e. അപ്പോൾ 1+e എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ വലുതായി. അപ്പോൾ ഇ ബൈ 1+e എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു ചെറിയ വാല്യൂണ് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്. ഡെറിവേഷൻ നമ്മൾ എന്താ ചെയ്തത്, വൺ ബൈ എൻ എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതുകയാണ് ചെയ്തത്. n is equal to vv by v നേടി. 1/n എന്ന് പറഞ്ഞാൽ v by vv ആണ്. v എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് vv ആണ്. ഇതിനെ നമ്മൾ vv-നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്താൽ 1/n is equal to 1/e plus 1 കിട്ടി. അതൊന്ന് നമ്മൾ റിലേഷൻഷിപ്പ് കിട്ടി. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. എന്നും ഇയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കുക, ഏതാണ് വലിയ വാല്യൂ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളിപ്പം പഠിച്ചത് ത്രീ ഫേസ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞു, വാട്ടർ, എയർ, അതുപോലെ സോളിഡ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കുറേ ടേംസ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിൽ വെറും 2 ടേംസ് മാത്രമാണ് നമ്മളിപ്പം പഠിച്ചത്, വോയിഡ് റേഷ്യം, പോറോസിറ്റി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേമാണ് ഈ വോയിഡ് റേഷ്യം, പോറോസിറ്റി. പ്രോബ്ലമൊക്കെ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആയിപ്പോകും ഈ പോറോസിറ്റിയും വോയിഡ് റേഷ്യം. അപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാൻ ഈ ഒരു ഡെഫിനേഷനും ഈ ഒരു കാര്യങ്ങളും എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ചും, ഏതൊക്കെ റേഞ്ചാണ്, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും നമുക്കൊരു 10-13 ടേംസും കൂടി പഠിക്കാനുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു 2 ടേം വളരെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.